അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂർ ഫാത്തിമയും ഉസ്താദും സുൽഫത്തുമ്മയും ഉപ്പയും എല്ലാവരും സംസാരിച്ചുകൊണ്ട് അവിടെ സിറ്റ് ഔട്ടിലിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, എന്നാ മക്കളെ പാർട്ടിയാക്കേണ്ടത്, പെട്ടെന്ന് ആക്കണമല്ലോ, ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ വെറുതെ ഇങ്ങനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ, എന്തായാലും ആ പാർട്ടിയുടെ ദിവസം അന്ന് എല്ലാവരെയും അങ്ങോട്ട് വിളിക്കാം. എല്ലാവരും വിളിച്ചിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നാണ് പാർട്ടി എന്ന്. ഉമ്മ, പാർട്ടിയൊക്കെ ആവാലോ ഇൻഷാ അല്ലാ, അതെല്ലാം നമുക്കുണ്ടാക്കാന്നേ. വന്ന ക്ഷീണം മാറിക്കോട്ടെ മോനെ, അല്ലെങ്കിൽ ഇപ്പം എന്താ വന്ന ക്ഷീണം? അല്ലമ്മ, ഞാൻ വെറുതെ പറയാം. അതല്ലേ, എനിക്ക് എൻ്റെ ജോലി സ്ഥലത്തേക്കൊന്ന് പോകണം, പിന്നെ അവിടെ പോയിട്ട് എല്ലാവരെയും ഒന്ന് ക്ഷണിക്കണം. എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ പോയിട്ടില്ല. വന്നിട്ടിപ്പോൾ 2 ദിവസമായില്ലേ. പിന്നെ ഉംറയുടെ സർവീസ്, അത് ഇനി ഞാൻ വരാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും ഞങ്ങളെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വൈഫിനെ കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോനെ, അതിപ്പോൾ ഇപ്പം തന്നെ അത് എന്തോ ഉമ്മ, അവൾ നിക്കാബൊക്കെ ധരിച്ചുകൊണ്ടല്ലേ വരുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും എങ്ങോട്ടപ്പോൾ കൊണ്ടുപോവുക ഉമ്മ? ഒരുപാട് വീട്ടുകാർ ക്ഷണിച്ചിട്ടുണ്ട് ഓരോ ദിവസങ്ങളിലായിട്ട് സൽക്കാരത്തിനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പിന്നെ പറയാം, ഡേറ്റൊന്നും നിങ്ങൾ ഫിക്സ് ആക്കണ്ട. എന്തായാലും ഞങ്ങളെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് ഒഴിവായതാണ്. ഒരുപാട് വാട്സപ്പ് മെസ്സേജുകളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. എന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരിക എന്നൊക്കെ ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ ഒന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യുക മോനെ, എന്തായാലും ക്ഷണിച്ചതല്ലേ, ക്ഷണിച്ചതാണെങ്കിൽ പോകൽ നിർബന്ധമാണ്, ക്ഷണം നമ്മൾ സ്വീകരിക്കണം. മോളെ നൂർ ഫാത്തിമ, നിൻ്റെ ഉസ്താദിൻ്റെ പള്ളീൻ്റെ അടുത്തുള്ള മദ്രസയിലേക്കും അവിടേക്കൊക്കെ ആണ് കേട്ടോ മോള് പോകാനുള്ളത്. ഒരു നിമിഷം നൂർ ഫാത്തിമ ഞെട്ടിപ്പോയി. പടച്ചോനെ, ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിനടുത്തേക്ക് അല്ലേ? പക്ഷേ ഉമ്മക്കതറിയില്ല. പാവം ഉമ്മ വിചാരിച്ചു ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണെന്നൊരിക്കലും ഉമ്മക്കറിയില്ല. ഉസ്താദ് എന്നെ സ്നേഹിച്ചതാണെന്നോ, ഉസ്താദ് ആദ്യം ഉമ്മയോട് പറഞ്ഞ ആ ക്രിസ്ത്യാനി പെണ്ണ് ഞാനാണെന്നും അതൊന്നും ഉമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഉസ്താദ് എന്നോടെല്ലാം വിശദമായി പറഞ്ഞിരുന്നു. മോളെ നൂർ ഫാത്തിമ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ആണ് ഉമ്മ എനിക്ക് കണ്ടുപിടിച്ചത് എന്നുള്ള കാര്യം ഉമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നിന്നാൽ മതി. ഉമ്മയുടെ മനസ്സ് ഒരിക്കലും നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമക്ക് എന്തൊക്കെയോ എന്ത് പറയണമെന്ന് തോന്നിപ്പോയി. നൂർ ഫാത്തിമ സുൽഫത്തുമ്മയോട് ഉമ്മ പോകാം എന്ന് തലയാട്ടി, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് ഉസ്താദിൻ്റെ ജോലി സ്ഥലം എന്ന് ഉമ്മക്കറിയില്ലല്ലോ. പാവം ഉമ്മ. സുൽഫത്തുമ്മ ഉസ്താദിനോട് പറഞ്ഞു, മോനെ നാഫിർ, പിന്നെ നാളെ അവളെ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കേട്ടോ, അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം കേട്ടോ. അവൾക്കറിയാത്ത സ്ഥലമാണതൊക്കെ, ഒന്നും പരിചയമില്ലാത്തതാണ്. എപ്പോഴും അറബി ഉമ്മൻ്റെ കൂടെയും എൻ്റെ കൂടെയൊക്കെ നിന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിക്കണം മോനെ, നല്ല ശ്രദ്ധിക്കണേ. അവൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരും ആയിരിക്കും, പരിചയമില്ലാത്ത സ്ഥലവുമാണ്. അപ്പോൾ നമ്മളെ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ മോനെ. ഉമ്മ, എന്ത് നിങ്ങളീ പറയുന്നത്? ഞാനെന്താ ചെറിയ കുട്ടിയാണോ ഉമ്മ? എനിക്കിപ്പോൾ പക്വതൊക്കെ വെച്ച വലിയൊരാളായില്ലേ ഞാൻ. എന്തമ്മ ഇമ്മാൻ്റെ വിചാരം ഞാൻ എപ്പോഴും ഒന്നും അറിയാത്ത കുട്ടിയാണെന്നാ? മോനെ, അതല്ല, എനിക്കൊരു പേടിയടാ. അതല്ലേ, എന്താ ഉമ്മ? ഹേയ് ഒന്നുമില്ല, എൻ്റെ മോനെ നല്ല ശ്രദ്ധിക്കണമെന്ന് പറയായിരുന്നു ഉമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം മോനെ. അത് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ടടാ, ഞങ്ങളും വരാം, ഞാനും ഉപ്പയും വരാം, അല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട മോനെ. അതവർക്കൊരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം നിനക്കറിയുമല്ലോ, അങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല മോനെ. ഞങ്ങളേതായാലും ഫസ്റ്റ് ഞാനും ഉപ്പയും ഒന്ന് പോകാം അവളുടെ വീട്ടിലേക്ക്.
എന്നിട്ട് അവരുടെ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിനക്കും നൂർ ഫാത്തിമക്കും പോകാം, അല്ലാതെ പറയാൻ പറ്റില്ല മോനെ എങ്ങനെയാണെന്ന്. കാരണം നമ്മളുടെ മതത്തിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു കൊണ്ടുപോയ ആൾക്കാരോടും അവരോടൊക്കെ എല്ലാവർക്കും ഭയങ്കര കടുത്ത ദേഷ്യമായിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഉണ്ടാവും മോനെ. അവർക്കും അവരുടെ മതമല്ലേ വലുത്, അവരുടെ മതത്തിൽ നിന്നല്ലേ അവൾ വന്നത്. അവളുടെ ഇഷ്ടത്തിനാണ് ഇസ്ലാം മതം സ്വീകരിച്ചത് എങ്കിലും അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും നമ്മളാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഒറ്റയ്ക്ക് പോരുത് കേട്ടോ. ഇല്ല ഉമ്മ, ഇൻഷാ അല്ലാ നാളെ എന്തായാലും ജോലി സ്ഥലത്തേക്ക് പോകണം കേട്ടോ. മോനെ നല്ലോണം ശ്രദ്ധിക്കണേ. മോൻ്റെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അറിയാനൊന്നും ഓൽക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അതിനൊക്കെ ആൾക്കാരുണ്ടാവും. ഉമ്മ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ. ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിൽ തന്നെ ദീനിൻ്റെ മാർഗത്തിലല്ലേ, അതിനെനിക്കൊരു ഭയമില്ല ഉമ്മ, നിങ്ങൾ സമാധാനിക്കൂ. ഒരു നിമിഷം സുൽഫത്തമ്മ വിചാരിച്ചു, പഠിച്ചോനെ ഞാനാണെങ്കിൽ ഈ നൂർ ഫാത്തിമ എന്ന കുട്ടിയെ കണ്ടും ചെയ്തു, എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടും ചെയ്തു. പക്ഷേ ഞാൻ പിന്നെയാണ് അറിഞ്ഞത് അവൾ ഇസ്ലാമിലേക്ക് വന്ന കുട്ടിയാണെന്നുള്ളത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ റാഹത്താണല്ലോ. അല്ല, എൻ്റെ കുട്ടിൻ്റെ ഭാവിയൊക്കെ വിചാരിക്കുമ്പോൾ എനിക്കൊരു പേടി തോന്നുകയാണ്. അതുകൊണ്ട് മാത്രമാണല്ല. അള്ളാഹുവേ എൻ്റെ മക്കൾക്ക് നീ ഹൈറായ ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ, ആമീൻ. ഉമ്മ ഒരു നിമിഷം അള്ളാഹുവിനോട് അതാ പ്രാർത്ഥിക്കുന്നു. ഉപ്പ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്? അള്ളാഹു അല്ലേ വലിയവൻ. എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമേ നടക്കുള്ളൂ എന്ന് നിനക്കറിയില്ലേ? നീ എന്നോട് തന്നെ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നീ എന്താ നിനക്ക് ഇത്രയധികം ടെൻഷനാവാൻ കാരണം? ഇക്ക അങ്ങനെയൊന്നുമില്ല, ടെൻഷന് നമുക്ക് ആകെ ഒന്നല്ലുള്ളൂ. ഒന്നായാലും നാലെണ്ണായാലും ഒക്കെ കണക്ക് തന്നെയാണ്. അതുകൊണ്ടൊന്നുമല്ലേ നമ്മളെ മോൻക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പാവം ആ പെൺകുട്ടിയും ബുദ്ധിമുട്ടാവും, ആകെ ഇടങ്ങാറാവൂലേ. ഈ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് സുൽഫത്തെ, അതൊന്നും പറയാതെ. എല്ലാം അള്ളാഹു വിധിച്ചതുകൊണ്ടാണ് ഇതുവരേക്ക് എത്തിയത്. അൽഹംദുലില്ലാ റാഹത്തായിക്കൊണ്ട്. ഇനിയും അള്ളാഹു സംരക്ഷിക്കും, നമ്മൾ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. രാത്രി എല്ലാവരും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഉറങ്ങുവാൻ വേണ്ടി പോയി. ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർ ഫാത്തിമ, പിന്നെ നാളെ എൻ്റെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ്. നിനക്കറിയുമോ നൂർ ഫാത്തിമ അവിടെയൊക്കെ? നൂർ ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. അവൾ ചിരിച്ചു. എന്താ നിനക്കൊരു കള്ളച്ചിരി? ഹേയ്, എനിക്കറിയില്ല അവിടെയൊന്നും, എനിക്കെല്ലാം അറിയാത്ത സ്ഥലമാണ്. ഉമ്മ പറയുന്നത് കേട്ടില്ലേ, നിനക്കറിയാത്ത സ്ഥലമാണ്, അവളെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നൊക്കെ. പാവം ഉമ്മാക്കറിയില്ലല്ലോ, ഞാനാദ്യം സ്നേഹിച്ച ആ പെണ്ണ് തന്നെയാണ് ഈ നൂർ ഫാത്തിമ എന്നുള്ളത് അല്ലേ? ഉസ്താദെ പാവാണ് ഉമ്മ, ഉമ്മാക്ക് ഇതിപ്പോഴും അറിഞ്ഞിട്ടില്ല. എന്തായാലും പഠിച്ചോനെ ഉമ്മയുടെ സ്നേഹം എന്ന് നിലനിർത്തി തരട്ടെ, ആമീൻ. ഉസ്താദെ ഞാനുണ്ടാവുമ്പോൾ ഉമ്മക്ക് യാതൊരു ടെൻഷനും ഞാൻ കൊടുക്കൂല. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ ഉമ്മയുടെ കൂടെ നിൽക്കും, അതെനിക്ക് ഉറപ്പാണ്. ഇനിയിപ്പോൾ ഉമ്മ എന്നോട് ഉസ്താദിൻ്റെ കൂടെ പോകണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഉമ്മയുടെ കൂടെ നിന്നോണ്ട് കേട്ടോ. നമ്മൾ ഉമ്മമാരെ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അവർക്ക് ഒരിക്കലും തോന്നരുത് എൻ്റെ മോനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോൾ ഓളോടാണ് കൂടുതൽ സ്നേഹം, എന്നോട് സ്നേഹമല്ല എന്നൊക്കെ ഒരു പക്ഷേ അവർക്ക് തോന്നാൻ ഒരിക്കലും ഒരു ചാൻസ് നമ്മൾ കൊടുക്കരുത്. കല്യാണം കഴിഞ്ഞതാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും എൻ്റെ നാഫി ഉസ്താദ് ദാ ആ ഉമ്മാൻ്റെ പൊന്നു മോനാണ്. എപ്പോഴും ഉമ്മാക്ക് നൽകിയ ആ പഴയ സ്നേഹം എപ്പോഴും നൽകണം. ഞാനുണ്ട് എന്ന് കരുതി ഒരിക്കലും എനിക്ക് മാത്രം സ്നേഹം തരരുത് കേട്ടോ, അത് ഉമ്മാക്ക് കൂടി ഉള്ളതാണ്. ഹോ നൂർ ഫാത്തിമ, നീ എല്ലാം പഠിച്ചല്ലോടി, ഇതൊക്കെ നിനക്കറിയായിരുന്നോ? ഞാൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എൻ്റെ ഉമ്മ, അത് കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ബാക്കിയെല്ലാം. പിന്നെ എൻ്റെ ഭാര്യ, അതും കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ബാക്കിയെല്ലാം. ഉസ്താദെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ചെയ്താലും ഒക്കെ എന്തായാലും ഉമ്മക്ക് മുൻഗണന കൊടുത്തോളൂ കേട്ടോ. ഉമ്മയുടെ സ്ഥാനം കഴിഞ്ഞിട്ട് മതി എനിക്ക് അങ്ങയുടെ മനസ്സിലുള്ള സ്ഥാനം. നൂർമോളെ അങ്ങനെ പറയരുത്, ഉമ്മക്ക് എൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്, എന്നാൽ മറ്റൊരു സ്ഥാനമാണ് നിനക്കുള്ളത്. ഉമ്മയുടെ സ്ഥാനം വേറൊന്ന്, നിനക്ക് മറ്റൊന്ന്.
അത് രണ്ടും വ്യത്യസ്തമാണ്. അത് അതിൻ്റേതായ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ആരെയും വിഷമിപ്പിക്കൂല, നിന്നെയും വിഷമിപ്പിക്കൂല, ഉമ്മയെയും വിഷമിപ്പിക്കൂല. രണ്ടാളെയും ഒരുപോലെ ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകും ഇൻഷാ അല്ലാ. ആ രാത്രിയിൽ നൂർ ഫാത്തിമയും ഉസ്താദും കിടന്നുറങ്ങി. പിറ്റേന്ന് തഹജ്ജുദിൻ്റെ സമയമായപ്പോൾ എന്നും നൂർ ഫാത്തിമയാണ് ആദ്യം ഉണരാറുള്ളത്. അന്ന് ഉസ്താദ് ഉണർന്നു. നൂർ ഫാത്തിമയുടെ കാലിൽ മെല്ലെ ഒന്ന് തട്ടി വിളിച്ചു, നൂർ മോളെ എണീക്ക്. ഇന്നെന്താ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയോ? ഉസ്താദേ. അവൾ പെട്ടെന്ന് എണീറ്റ് അൽഹംദുലില്ലാ ഇല്ലദീ അയ്യാന ബഅദ മാ മാതന വലി ഇൻഷൂർ. ഉസ്താദേ നേരം വൈകിയോ? ഹേ ഇല്ല, എന്നും നീയാണ് എന്നെ വിളിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ വിളിച്ചു. ഞാനും വിചാരിച്ചിരുന്നു ഒരു ദിവസമെങ്കിലും ആദ്യം ഞാനുണ്ടണം എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയായി. ഉസ്താദ് സമയം വൈകിട്ടില്ലല്ലോ? ഹേ ഇല്ല. വാ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പള്ളിയിൽ പോകണം കേട്ടോ. അവർ രണ്ടുപേരും ഫ്രഷായി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചതാണ് ഈ സ്വപ്നങ്ങളെല്ലാം. അതെല്ലാം നീ ഞങ്ങൾക്ക് നേടിത്തന്നു. അൽഹംദുലില്ലാ. ആമീൻ. ഇനിയും ഇതുപോലെ നല്ല രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ആമീൻ. തഹജ്ജുദ് കഴിഞ്ഞ് അതാ ഉസ്താദ് പള്ളിയിലേക്ക് പോകുന്നു. നൂർ ഫാത്തിമ ഖുർആൻ പാരായണവും ദിക്റുകളും ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്നു. ഏകദേശം 6 മണിയായപ്പോൾ തന്നെ നൂർ ഫാത്തിമ അടുക്കളയിലെത്തിയപ്പോൾ ഉമ്മ അങ്ങോട്ട് വന്നു. നൂർ മോളെ, പിന്നെ ഇപ്പോഴൊന്നും ഇപ്പത്തിന് അടുക്കളയ്ക്ക് ഇറങ്ങണ്ട മോളെ. മോൾക്ക് എന്തെങ്കിലും ദിക്റോ സലാത്തൊക്കെ ചെല്ലാണ്ടെങ്കിലൊക്കെ ചൊല്ലിക്കോ, അല്ലെങ്കിൽ പിന്നെ ഖുർആൻ ഓതിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് മതിയേ. ഇവിടെ ഇപ്പം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും വയസ്സായിരുന്നു അത്ര ഇല്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊക്കെ ചായ കുടിക്കുള്ളൂ. പിന്നെ നാഫിമോന് പള്ളിയിൽ നിന്ന് വന്നാൽ ഓന് ചായ ഒന്നും കുടിക്കൂല. ഒരു ഗ്ലാസ് ഇളം ചുടുവെള്ളത്തിൽ കുറച്ച് തേനൊഴിച്ചിട്ട് കഴിക്കും. അതങ്ങനെയാണ്. ആ ഉമ്മ, അത് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയല്ലേ? ആ അതെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂജയിൽ ഒഴിച്ചു വെച്ച വെള്ളത്തിലേക്ക് അല്പം തേനൊഴിച്ചിട്ട് അങ്ങനെ കഴിക്കും എന്നൊക്കെ ഹദീസുകളിലുണ്ട്. ആ അത് നല്ലതാണ് എപ്പോഴും അല്ലേ? അല്ലെങ്കിലും ചായയേക്കാൾ നല്ലത് അത് തന്നെ ആയിരിക്കുമല്ലോ. മോളെ, ഇപ്പോൾ തന്നെ അടുക്കളയിലേക്കൊന്നും ഇറങ്ങണ്ട. മോളിങ്ങോട്ട് വാ, ഉമ്മാൻ്റെ റൂമിലേക്ക് പോര്. സുൽഫത്തുമ്മയുടെ സ്നേഹം കൂടിയ ആ ഒരു സംസാരം കേട്ടപ്പോൾ നൂർ ഫാത്തിമ നേരെ ഉമ്മയുടെ റൂമിലേക്ക് പോയി. സുൽഫത്തുമ്മ വീണ്ടും ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ സുൽഫത്തുമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്നപ്പോഴേ നൂർ ഫാത്തിമക്ക് അറബി ഉമ്മയെ ഓർമ്മ വന്നു. പഠിച്ചോനെ, എങ്ങനെയൊക്കെയാണാവോ ജീവിതം തള്ളി നീക്കുന്നത്. ഞാനില്ലാതെ അത്രക്കും വിഷമിച്ചിരുന്നു. എന്തായാലും നാളെ ഒന്ന് വിളിച്ചു നോക്കണം ഇൻഷാ അല്ലാ. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉസ്താദും ഉപ്പയും വരുന്നു. പള്ളിയിൽ നിന്ന് വരികയാണ്. അവൾ പെട്ടെന്ന് എണീറ്റു. മോളെ, എന്താ ഇങ്ങനെ പേടിക്കുന്നത്? അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നീ ഇവിടുത്തെ മോളെപ്പോലെയാണ്. നിനക്ക് ഞാനിവിടെ ഒരിക്കലും ഒരു മരുമകളുടെ സ്ഥാനം തന്നിട്ടില്ല. അതല്ല, എനിക്ക് പെൺമക്കളില്ല, അത് മോൾക്ക് അറിയണമല്ലേ. അപ്പോൾ എൻ്റെ മോളായിട്ട് തന്നെയാണ് എൻ്റെ നൂർമോളെ ഞാൻ കാണുന്നത്. എനിക്ക് 2 മക്കളാണ് ഇപ്പോൾ ഉള്ളത്, നാഫിമോനും നൂർമോളും. അപ്പോൾ ഒരു കാര്യത്തിലും ഭയം വേണ്ട. മോളുടെ സ്വന്തം വീടാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഉണ്ടാണെങ്കിലും ദാ ഈ ഉമ്മയോട് പറയാം. അതെല്ലാം കേൾക്കുമ്പോൾ നൂർ ഫാത്തിമയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്തു പറ്റി നൂർമോളെ? ഹേ ഒന്നുമില്ലമ്മ. അവൾ അറബിയമ്മയെക്കുറിച്ചാണ് അപ്പോഴും ഓർത്തിരുന്നത്. അതെ, സുൽഫത്തുമ്മ പറയുന്ന അതേ വാക്കുകൾ അറബിയമ്മ തൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത് പോലെ നൂർ ഫാത്തിമക്ക് അനുഭവപ്പെട്ടു. അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഉസ്താദിന് ഇഷ്ടപ്പെട്ട ആ വെള്ളവും തേനും നൽകാം. ഉപ്പാക്ക് എന്താണാവോ, ചായയാണോ കോഫിയാണോ എന്താ അറിയില്ല. അവൾ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഉപ്പാക്ക് എന്ത് കൊടുക്കും? ഉപ്പ പള്ളിയിൽ നിന്ന് വന്നാൽ എന്താണ് കഴിക്കാറുള്ളത്? മോളെ, അത് ഞാൻ കൊടുത്തോളാം. അതൊരു കട്ടൻ ചായയാണ്, വേറൊന്നും വേണ്ട. അത് മധുരം കുറച്ചിട്ട് അങ്ങനെ.
മോളെ അത് ഞാൻ കൊടുത്തോളാം, മോള് നാഫിമോൻക്കുള്ളത് ഒരുക്കിക്കോ. ഉമ്മ അത് വെള്ളത്തിൽ കുറച്ച് തേനൊഴിച്ചിട്ടല്ലേ? നൂർ ഫാത്തിമ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിലേക്ക് അല്പം തേനൊഴിച്ച് ഇളക്കിക്കൊണ്ട് അതാ ഉസ്താദിൻ്റെ അടുക്കലേക്ക് വരുന്നു. ഹേയ് നൂർ മോളെ, എങ്ങോട്ടൊക്കെ? ഇങ്ങോട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ, ഭക്ഷണമൊക്കെ ഞാൻ അവിടെ വന്നിട്ട് കഴിച്ചോളാം. ഒരിക്കലും ഭാര്യമാരെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. ഉസ്താദേ, ഇതാ ഞാൻ സ്നേഹത്തോടെ തരുന്നതല്ലേ, ഇതാ ഇത് കുടിച്ചോളൂ. നൂർ ഫാത്തിമ തേനൊഴിച്ച് കലക്കിയ ആ വെള്ളം ഉസ്താദ് ചുണ്ടോട് എടുപ്പിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിൽ നിന്ന് 3 മുറുക്ക് ഉസ്താദ് കുടിച്ചു. നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർ മോളെ, ഇതാ ഇത് കഴിച്ചോളൂ. ആ തേനൊഴിച്ച വെള്ളം ഉസ്താദ് നൂർ ഫാത്തിമയ്ക്കും നൽകി. അവളും അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കുടിച്ചു. അൽഹംദുലില്ലാഹ്. ഉസ്താദേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്? അറബിയമ്മയുടെ അടുത്താവുമ്പോൾ പല വെറൈറ്റി ഫുഡുകളുണ്ടാവുമല്ലോ, പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കണ്ടേ? നൂർ ഫാത്തിമ, നീ എന്നെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് എന്തുണ്ടാക്കി കൊടുക്കണം എന്നൊന്നും കരുതി ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം ഞാനൊരിക്കലും അത്തരത്തിൽ വാശിയുള്ള ആളൊന്നല്ല. ഞാൻ എപ്പോഴും ഉമ്മയെ സഹായിക്കാറുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയായാലും ഹെൽപ്പ് ചെയ്യാൻ ഞാനും ഉണ്ടാകും. എന്നെയും വിളിക്കണം കേട്ടോ. ഉസ്താദ് ഡ്രസ്സ് മാറുവാൻ വേണ്ടി മുകളിലത്തെ റൂമിലേക്ക് പോയി. അപ്പോഴേക്കും സുൽഫത്തുമ്മ കിച്ചണിലേക്ക് വന്നു. നൂർ മോളെ മോളെവിടെ? ഉമ്മ, അതാ ഞാനിവിടെ ഉണ്ട്. ആ, ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ അടുക്കളയ്ക്ക് ഇറങ്ങി പണിയൊക്കെ തുടങ്ങിയോ. മോളെ, ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി, ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ മോൾക്കിപ്പോൾ ചായയും കടിയും ഉണ്ടാക്കിയിട്ടൊന്നും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ലല്ലോ, അതൊക്കെ ഉമ്മ ഉണ്ടാക്കിക്കോളാം, അതിനകത്തല്ലേ ഉണ്ടാവുള്ളൂ. വേണ്ടുമ്മ, അത് ഞാനും കൂടാം. എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തന്നാൽ മതി. മോളെ, നമ്മൾ കുറേ ദിവസമായല്ലേ ഇപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട്, എന്നാലേ നമുക്കിന്ന് പത്തിരിയും കോഴിക്കറി ആക്കല്ലേ? തേങ്ങ വറുത്തരച്ച് കോഴിക്കറി, അത് മോൾ തിന്നിട്ടില്ലേ? ഉമ്മ, അത് ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ഒരു താത്തയുണ്ടായിരുന്നു. ആ താത്ത നോമ്പിനൊക്കെ കൊണ്ടുവന്ന് തരും, പെരുന്നാളിനും. അതുപോലെ തന്നെ ഫുഡ് കൊണ്ടുവരുമ്പോൾ പത്തിരിയും കോഴിക്കറിയൊക്കെ ഞങ്ങൾ എത്ര തന്നെ ഉണ്ടാക്കിയാലും, ആദ്യമൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയാലും പത്തിരി അത്ര രസം കിട്ടില്ലായിരുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഉമ്മ. മോളെ, ഉണ്ടാക്കലൊക്കെ ഞാൻ ഉണ്ടാക്കാം, പക്ഷേ മോൾ കണ്ടു പഠിച്ചോ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടേ, നാഫിമോൻക്കും മക്കൾക്കൊക്കെ. ഇൻഷാ അല്ലാഹ്. ഉമ്മ അടുപ്പിൽ അതാ വെള്ളം വെക്കുന്നു. വെള്ളം വെച്ച് അപ്പോഴേക്കും ഉമ്മ പൊടിയെടുത്ത് കൊണ്ടുവരുന്നു. അതിലേക്ക് അല്പം ഉപ്പും അല്പം വെളിച്ചെണ്ണയും ചേർത്തു. മോളെ, കണ്ടു പഠിച്ചോട്ടോ. ഇനി ഇതിലേക്ക് പൊടിയിടുക. അതെന്താണെന്ന് വെച്ചാൽ ആ എണ്ണ തുള്ളി ഉറ്റിച്ചത് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്ക് മയത്തിൽ വരാനും ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് താൻ നാഫിമോന് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉമ്മ, എന്തായി? എനിക്കുള്ള പണി തരാനായോ? ഓൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനൊരു പത്തിരിക്കൊക്കെ പൊടി വാട്ടാൻ നിൽക്കുമ്പോഴേക്ക് ഉമ്മ, ഞാൻ കുഴച്ചോളാം, ഞാൻ അമർത്തിക്കോളാം, ഞാൻ പരത്തിക്കോളാം എന്ന് പറഞ്ഞു വരും. ഞാൻ പറയും, ഇവിടെ പൈനാത്രല്ലേ ഉള്ളൂ, അതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ ഓന് സമ്മതിക്കൂല. അപ്പോഴേക്കും പൊടി വാട്ടിയതെല്ലാം ഉമ്മ കൗണ്ടർ ടോപ്പിലിട്ട് കുഴക്കുവാൻ ഒരുങ്ങിയിരുന്നു. അപ്പോഴേക്കും നാഫി ഉസ്താദ് വന്ന് അതെല്ലാം സെറ്റാക്കി കൊടുക്കുകയാണ്. ഉമ്മ, ഇനി ഞാൻ ചെയ്തോളാം, നൂർ ഫാത്തിമ പറഞ്ഞു. മോളെ, ഫസ്റ്റ് ടൈം നീ ഒന്ന് കണ്ടു പഠിക്കുക, പിന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴേക്കും ഉമ്മ പൊടിയെല്ലാം വാട്ടിക്കുഴച്ച് അത് ഉരുളകളാക്കി അത് പരത്തി. പിന്നെ മോളെ, ഒരു കാര്യം, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ പ്രസ്സിൽ മാത്രം അമർത്തി കഴിഞ്ഞാൽ അത് ഒരു ഭംഗി, ഒരു വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടുന്ന ഈ പലമ്മലൊന്ന് പരത്തിയെടുക്കണം. എനിക്കങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നൈസായ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോഴേക്കും സുൽഫത്തുമ്മ പത്തിരിപ്പണിയെല്ലാം കഴിഞ്ഞ് അത് ചുട്ടെടുക്കാൻ തുടങ്ങി. ഉമ്മ, എന്നാൽ ചിക്കന് തരി, ഞാനത് റെഡിയാക്കാം. മോളെ, വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കൽ മോൾക്കറിയോ? എനിക്ക് അത്ര അറിയില്ല, മുളകിടൊക്കെ ചെയ്യും, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പത്തിരിക്കുള്ള കറി ഭയങ്കര രസമാണല്ലോ അല്ലേ? അതും സുൽഫത്തുമ്മ അതിനിടയിൽ കൂടി ഉണ്ടാക്കുന്നു.
നൂർ ഫാത്തിമ എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഉസ്താദും പെട്ടെന്ന് തന്നെ ചിക്കൻ കറി പത്തിരിയുമെല്ലാം റെഡിയായി എല്ലാതും ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. അതിലേക്ക് നല്ല പാൽ ചായയും പേയും വിളിച്ചുകൊണ്ട് അവർ 4 പേരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. മോളെ നൂർ ഫാത്തിമ വയറ് നിറച്ച് കഴിച്ചിട്ടോ. എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ല ഇത്. ഇൻഷാ അല്ലാ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഈ ഉമ്മ ഉണ്ടാക്കി തരും കേട്ടോ. പിന്നെ ഇന്ന് വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഫ്രഷായിട്ട് മാറ്റാൻ വേണ്ടി നോക്കിക്കോ കേട്ടോ. നാഫിമോൻക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ നിന്നെ കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് അത്രേ. അപ്പം ഞാൻ പറഞ്ഞു അവനോട്, മോനെ നീ ഇന്ന് മോളായിട്ട് പോയിക്കോ, എന്നിട്ട് എവിടേക്കേ വിളിച്ചു അവിടെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിന്നിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നോണ്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മാൻ്റെ ഒരു പേടിയേ, ഉമ്മാക്ക് ആകെ പേടിയാണ് എൻ്റെ കൂടെ പറഞ്ഞേക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അതാണ് ഉപ്പ പറഞ്ഞു, എന്താടി നിനക്ക് ഓനെപ്പോഴും കിള്ളക്കുട്ടിയേക്ക് ഈ വളർത്തിക്കോ, അതാണ് എനിക്ക് ഇത്ര പേടി. എപ്പോഴും ചെറിയ കുട്ടിയാന്നുള്ള ചിന്തയാണ്. ഓനൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, പെണ്ണ് കെട്ടി വലിയ ആളായി ഉഷാറായി. ഇനിയിപ്പോൾ എന്താ ഓനെക്കുറിച്ച് ഇങ്ങനെ ഭയപ്പെടാൻ? നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. എനിക്കുള്ള ആകെയുള്ളൊരു തരിയാണത് നാഫിമോനെ കുറിച്ച്. ഉമ്മ അങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടും എപ്പോഴും. പഠിച്ചോനെ എൻ്റെ കുട്ടികളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. നൂർ ഫാത്തിമ ഭക്ഷണം കഴിച്ച് എണീക്കുവാൻ വേണ്ടി നിൽക്കുകയാണ്. മോളെ നീ കഴിച്ചില്ലല്ലോ. ഉമ്മ ഞാൻ കഴിച്ചു, അത്രേ കഴിക്കുക. അല്ല മോളെ 2 എണ്ണം കൂടി കഴിക്കുക, നല്ല സോഫ്റ്റായ പത്തിരിയാണ്. രസമല്ലേ, മോൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഉമ്മ മാഷാ അല്ലാ നല്ല ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇത്രയ്ക്ക് രുചിയുള്ള പത്തിരി ഞാൻ കഴിച്ചിട്ടില്ല. അതാണ് മോളെ, നമ്മൾ പലമലക്ക് ഇങ്ങനെ പരത്തി ഉണ്ടാക്കി കഴിഞ്ഞാലേ അത് നല്ല സോഫ്റ്റായി പ്രസ്സിൽ അമർത്തുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു നമ്മൾ പരത്തി ഉണ്ടാക്കിയാൽ. എനിക്കത് സിമ്പിളാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. മോളെ പിന്നെ ഇനി മോള് ഫ്രഷായിട്ട് പോയിട്ട് റെഡി ആയിക്കട്ടോ. വേണ്ടുമ്മ, പാത്രമൊക്കെ ഞാൻ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവും. മോളെ എൻ്റെ മോളൊന്നും ഇത് ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നിത് ഉമ്മാക്കുള്ളതേ ഉള്ളൂ. ഇനി ഇപ്പോൾ നിങ്ങൾ പോകാൻ വേണ്ടി നിൽക്കല്ലേ, അപ്പോൾ അത് നോക്കിക്കോളി, ബാക്കിയുള്ള കാര്യം ഉമ്മ നോക്കിക്കോളാം. ചെല്ലി, കുറച്ച് ദൂരം പോകാനുള്ളതല്ലേ. സത്യം പറഞ്ഞാൽ ഉസ്താദിന് ഉമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മയോട് കൂടുതൽ സ്നേഹം തോന്നി. ഉമ്മ അവളെടുത്തോട്ടെ, കുഴപ്പമില്ലല്ലോ. കുറച്ച് പാത്രങ്ങളൊക്കെ അവൾ കഴുകിയിട്ട് ഉമ്മ ഒറ്റയ്ക്ക്. അല്ല മോനെ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ നിങ്ങൾ തൽക്കാലം പോയി, പുതിയെണ്ണം കുട്ടിയല്ലേ, കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പോൾ നിങ്ങൾ തിരക്കിട്ട ദിവസമായതുകൊണ്ട്, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തപ്പോൾ അപ്പോഴേക്കും അതാ ഉമ്മാക്കൊരു ഫോൺ വരുന്നു. ഉമ്മ ഫോൺ എടുത്തു. നൂർ ഫാത്തിമ പെട്ടെന്ന് തന്നെ ഡൈനിങ് ഹാളിലുള്ള പാത്രങ്ങളെല്ലാം പെറുക്കി അവളതാ സിങ്കിലേക്ക് കൊണ്ടുപോകുന്നു. പുറത്ത് കൊണ്ടുപോയി മോറണോ അതോ ഇവിടുന്ന് കഴുകണോ ഒന്നും അവൾക്ക് അറിയുന്നില്ല. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ ഇത് ഇവിടുന്ന് കഴുകാൻ പറ്റുമോ അതോ പുറത്തേക്ക് കൊണ്ടുപോയി? ഇവിടുന്ന് കഴുകിക്കോ, ഉമ്മാക്ക് അത്ര വലിയ വിശ്വാസം കാര്യങ്ങളൊന്നുമില്ല. നൂർ ഫാത്തിമ നീ പോയി മാറ്റിക്കോ, ഞാൻ ഇതൊക്കെ കഴുകി വെച്ച് വരാം, നിനക്കല്ലേ ടൈം എടുക്കുക. ഉസ്താദേ നിങ്ങളെന്താ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, ഞാൻ കഴുകിക്കോളാം. ചെല്ല് മോളെ, നീ ചെല്ല്, ഇതൊക്കെ ഞാൻ ഉമ്മാക്ക് എപ്പോഴും ചെയ്ത് കൊടുക്കുന്ന പണിയാണ്. ഇപ്പോൾ തൽക്കാലം മോള് പോയി മാറ്റിക്കോ, അപ്പോഴേക്കും എൻ്റെത് പിന്നെ എളുപ്പമുണ്ടല്ലോ. പിന്നെ ഉമ്മ പറഞ്ഞതല്ലേ, ഉമ്മ പറഞ്ഞത് കേൾക്കാതെ ചെയ്താലേ ചിലപ്പം മനസ്സിന് ചീത്ത കേൾക്കൂട്ടോ. ഉസ്താദ് നൂർ ഫാത്തിമയെ പാത്രം കഴുകാനൊന്നും സമ്മതിക്കാതെ നേരെ മുകളിലുള്ള റൂമിലേക്ക് കയറ്റി വിട്ടു. നീ ചെല്ല്, പെട്ടെന്ന് റെഡിയാകും, പിന്നെ എനിക്ക് കാത്തു നിൽക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കണ എനിക്ക് വലിയ ഇഷ്ടമില്ല, നിനക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് മോള് ചെല്ല്. അങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി നൂർ ഫാത്തിമ അതാ മുകളിലത്തെ റൂമിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുന്നു. എനിക്കതിന് കഴിയണില്ല, തിന്ന പാത്രം ഇട്ടിട്ട് എങ്ങനെ പോവുക? അവൾ നേരെ അടുക്കളയിലേക്ക് തന്നെ വന്നു. ഉസ്താദെ പ്ലീസ്, എനിക്കത് കഴിയൂല, കഴിച്ച പാത്രമൊക്കെ ഇട്ട് പോവുക എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് മാറി നിൽക്കി, ഞാൻ നിന്ന് പെട്ടെന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നൂർ ഫാത്തിമ പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രങ്ങളെല്ലാം കഴുകുകയാണ്. 3-4 പ്ലേറ്റ്സ് കഴുകിയപ്പോഴേക്കും ഉമ്മ എത്തി. അല്ല മോളെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, മോള് പോയി ഫ്രഷായി റെഡിയാവ്, ഇനിയിപ്പോൾ ഇതിന് നിന്നാൽ ടൈം പിടിക്കും. മോള് ചെല്ല്, ഇൻഷാ അല്ലാ ഇനിയും സമയമുണ്ടല്ലോ നമുക്ക്, അപ്പോഴൊക്കെ ചെയ്യാലോ. ഇന്നിപ്പോൾ തിരക്കിട്ട് പോകേണ്ട ദിവസമല്ലേ, അതുകൊണ്ടല്ലേ മോൾ എത്ര വീടുകളിലേക്ക് വരാൻ പറഞ്ഞതല്ലോ. എന്തായാലും മക്കൾ പോയിക്കോളി, ചെല്ലി. ഉമ്മ അവളുടെ കയ്യിൽ നിന്ന്
ആ ഒരു പാത്രം കഴുകുന്ന ആ സ്പോഞ്ചെല്ലാം പിടിച്ചു വാങ്ങി, ചെല്ലു മോളെ ചെല്ല്, കൈ കഴുകിക്കോ. അങ്ങനെ ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അതാ നൂർ ഫാത്തിമ റൂമിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഉസ്താദും അവിടെ എത്തി. കൊച്ചു കള്ളി, ഏത് ഡ്രസ്സാണ് ഇടുന്നത്? ഉസ്താദെ, ഏതിട്ടാലും ബ്ലാക്ക് തന്നെയല്ലേ? അല്ലെങ്കിലും ഹിജാബ് ധരിച്ച് നടക്കുന്നവർക്ക് എന്തിനാണ് ഒരുപാട് വസ്ത്രങ്ങളല്ലേ? നൂർ ഫാത്തിമ, അങ്ങനെയല്ല, ഓരോ പർദ്ദക്കും ഓരോ ഭംഗിയുണ്ട്. നിനക്ക് ചില പർദ്ദയിടുമ്പോൾ പ്രത്യേകമായിട്ടൊരു ഭംഗിയാണ്, അതിങ്ങനെ എടുത്ത് കാണിക്കും. ചിലതാണെങ്കിൽ ഭംഗി അറിയുകയേയില്ല. ഉസ്താദെ, എന്നാൽ ഭംഗി അറിയാത്തത് മതി എനിക്ക്. നൂർ ഫാത്തിമ, നിനക്ക് അറബി ഉമ്മ വാങ്ങിത്തന്ന ഒരു പർദ്ദയുണ്ടല്ലോ, അത് ധരിക്ക്. അത് ധരിക്കുമ്പോഴേ വല്ലാത്തൊരു ഭംഗിയാണ് നിന്നെ കാണാൻ. സത്യം പറഞ്ഞാൽ അത് നിൻ്റെ ആ മനോഹരമായ കണ്ണുകൾ കൂടി കാണാത്തതാണല്ലോ, എങ്കിൽ അതിട്ടാൽ വല്ലാത്തൊരു ഭംഗിയാണ്. എനിക്കിഷ്ടമാണ് അതിടണത്. ഉസ്താദെ, അത് ഞാൻ എടുത്തു തരാമല്ലോ. ദാ അവിടെ അലമാരയുടെ ആ ഭാഗത്തായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാനത് അവിടെ വെച്ച്. ഉസ്താദ് ആ പർദ്ദയെടുത്ത് നൂർ ഫാത്തിമക്ക് കാണിച്ചു കൊടുത്തു. വളരെ മനോഹരമാണ് എൻ്റെ നൂർമോൾ ഈ ഒരു പർദ്ദയിടുമ്പോൾ. നൂർ ഫാത്തിമ അതാ ഫ്രഷായി വന്ന് ആ പർദ്ദ അണിഞ്ഞു. എത്ര മനോഹരമാണ് നൂർ ഫാത്തിമ നീ ഈ പർദ്ദയിടുമ്പോൾ. അവൾ ആ ഹിജാബ് അതാ ചുറ്റിക്കെട്ടുന്നു. അത് ഉസ്താദ് പിന്നിൽ നിന്ന് ടൈറ്റാക്കി കൊടുക്കുന്നു. ആ മനോഹരമായ കണ്ണുകൾ അത് ആ ഹിജാബിനുള്ളിലൂടെ തെളിഞ്ഞു കാണുന്നു. നൂർ ഫാത്തിമ, നീ എൻ്റെ ഹൂറിയാണെടി, എൻ്റെ സ്വർഗത്തോപ്പിലെ ഊറി. സത്യം പറഞ്ഞാൽ എനിക്ക് പഠിച്ചവനത് ഈ ഭൂമിയിൽ അങ്ങോട്ട് തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഉസ്താദും നൂർ ഫാത്തിമയും അതാ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ നിൽക്കുന്നു. നേരെ ഉമ്മയുടെ അടുക്കിലേക്ക് പോയി. ഉമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ. എവിടെ എൻ്റെ മക്കൾ? മാഷാ അല്ലാ, അള്ളാഹുവേ, എൻ്റെ മക്കളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. നൂർ ഫാത്തിമയും ഉസ്താദും ആ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ ആ ഒരു വേഷങ്ങൾ കണ്ട് ഉമ്മ ഒരുപാട് സന്തോഷിച്ചു. അല്ലെങ്കിലും ഉസ്താദുമാരുടെ ആ ഒരു വെള്ള ഡ്രസ്സും ആ ഒരു വെള്ള തലയിൽ കെട്ടും പിന്നെ അവരുടെ ഭാര്യമാരുടെ ആ ഒരു ബ്ലാക്ക് പർദ്ദയും ഹിജാബും അതൊക്കെ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കാണാൻ. മാഷാ അല്ലാ, ഞാൻ ആഗ്രഹിച്ചതും പഠിച്ചോനെ ഇത് തന്നെയായിരുന്നു. ഉമ്മ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഉപ്പ, അസ്സലാമു അലൈക്കും. മക്കളെ ശ്രദ്ധിച്ചു പോകണേ. ആ ഉപ്പ, ഇൻഷാ അല്ലാ. ഉസ്താദ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. നൂർ ഫാത്തിമ ഫ്രണ്ടിലെ മറ്റേ സീറ്റിലും. വണ്ടി സ്റ്റാർട്ടാക്കി ഉമ്മയോട് വീണ്ടും സലാം പറഞ്ഞ് അവർ ടാറ്റ കൊടുത്തുകൊണ്ട് അതാ വണ്ടി തിരിക്കുകയാണ്. നൂർ മോളെ, നിനക്ക് ഡ്രൈവിംഗ് അറിയോ? ഉസ്താദെ, എനിക്ക് സ്കൂട്ടിയൊക്കെ അറിയാം, പക്ഷേ കാറ് അറിയില്ല. ഞാൻ പഠിക്കാൻ പോകുമ്പോൾ സ്കൂട്ടി യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ലൈസൻസ് അതുണ്ട്. അപ്പോൾ നൂർ ഫാത്തിമക്ക് കാർ ഓടിക്കാൻ ആഗ്രഹമില്ലേ? ഇൻഷാ അല്ലാ പഠിക്കണം. എന്നാലും ഇപ്പോൾ നിങ്ങളുണ്ടല്ലോ എൻ്റെ കൂടെ. നിങ്ങളുണ്ടാകുമ്പോൾ എനിക്കെപ്പോഴും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സ്വപ്നവുമായിരുന്നു ഇത്. അതും ഞാൻ ജോലി ചെയ്ത നാട്ടിലേക്ക് താൻ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ ഉസ്താദിൻ്റെ ഭാര്യയായി അതാ ഞാൻ ആ നാട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നൂർ ഫാത്തിമയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. ഉസ്താദും വളരെയധികം റാഹത്തോടു കൂടിയാണ് പോകുന്നത് ഉസ്താദിൻ്റെ ജോലി സ്ഥലത്തേക്ക്. ഉസ്താദിനെ പലരും വിളിക്കുന്നു, വൈഫിനെ കൂട്ടി വരാൻ വേണ്ടിയും സൽക്കാരത്തിന് വേണ്ടിയും. പലരുടെയും കോള് അറ്റൻഡ് ചെയ്യാൻ ഉസ്താദിന് കഴിയുന്നില്ല. കാരണം അത്രക്കും കോളാണ് വരുന്നത്. നൂർ ഫാത്തിമ, നിനക്കൊരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ അവിടെ. നിന്നെ കാണുവാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ആ മനോഹരമായ യാത്രയിൽ അവർ പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. നല്ല നല്ല സംസാരങ്ങളും. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.